ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മെമ്മറി വയർ ഉപയോഗിച്ച് ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയെടുത്താലോ. ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാവൻഡർ കളറിലുള്ള ജെല്ലി ബീഡ്സും 8mm സൈസ് വരുന്നത്, പിന്നെ ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ മെമ്മറി വയർ ഇതുപോലെ കട്ട് ചെയ്തൊരു പീസ് വേണം. ആദ്യം നമുക്ക് മെമ്മറി വയറിന്റെ ഒരറ്റം ഇതുപോലെ വളച്ചു കൊടുക്കാം കേട്ടോ. വളച്ചു കൊടുത്ത് ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. റൗണ്ട് നോസ് പ്ലയർ ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ അത് ചെയ്തെടുത്തത്. നമുക്ക് ബീഡ്സ് ഓരോന്നോരോന്നായി ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാനൊരു ഗോൾഡൻ ബീഡ്, പിന്നെ ഒരു ജെല്ലി ബീഡ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു മെമ്മറി വയർ ബ്രേസ്ലെറ്റ് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇതേ സെയിം മോഡലിൽ ഞാനൊരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ക്രാക്കിൾ ബീഡ്സ് വരുന്നത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഷോർട്സ് വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. 7 days 7 ബ്രേസ്ലെറ്റ് ചാലഞ്ചിൽ ഇട്ടതാണ് കേട്ടോ. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ അങ്ങനെ ബീഡ്സ് ഓരോന്നോരോന്നായി കോർത്തെടുക്കുക. ഓൾട്ടർനേറ്റ് ചെയ്ത് ഗോൾഡൻ ബീഡ്, പിന്നെ ലാവൻഡർ ബീഡ്, അങ്ങനെ. ബാക്ക്ഗ്രൗണ്ടിൽ ചില നോയ്സ് ഒക്കെ കേൾക്കാട്ടോ. അതെന്റെ പൂച്ചക്കുഞ്ഞുങ്ങൾ കളിക്കുന്നതാണ്. ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും എന്റെ പുറകെ നടക്കുന്നതുകൊണ്ട് ഇവന്മാരെ ഒഴിവാക്കിയിട്ട് എനിക്കൊരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ 7 days 7 ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞൊരു ചാലഞ്ച് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ 7 ദിവസം 7 ഡിഫറെന്റ് ബ്രേസ്ലെറ്റ്സിന്റെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ആ പ്ലേലിസ്റ്റ് വരും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ അതേ ഏകദേശം മുഴുവനായിട്ട് ഞാൻ കോർത്തിട്ടുണ്ട്. ലാസ്റ്റ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് റൗണ്ട് നോസ് പ്ലെയർ ഉപയോഗിച്ച് ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അത് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സൈഡിൽ ചെയിനും ഒരു സൈഡിൽ ലോബ്സ്റ്റർ ഹുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ കാണിക്കുന്നത് ലോബ്സ്റ്റർ ഹുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ആ ബ്രേസ്ലെറ്റിൻ്റെ അറ്റത്ത് നമ്മൾ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, അവിടെ നമുക്ക് ഡയറക്റ്റ്ലി ലോബ്സ്റ്റർ ഹുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ജംപ് റിങ്ങിൽ കോർത്ത് കൊടുത്തിട്ട് അങ്ങനെ ആയാലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ചെയിനിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു ലോറിയാലും കൂടി ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹെഡ് പിന്നാണ് എടുത്തിരിക്കുന്നത്. ഹെഡ് പിന്നല്ല, സോറി, ബോൾ പിന്നാണ് എടുത്തിരിക്കുന്നത്. ബോൾ പിന്നിലേക്ക് ഈ ബീഡ് കോർത്ത് കൊടുത്തതിന് ശേഷം റൗണ്ട് നോസ് പ്ലയർ ഉപയോഗിച്ച് അത് പിടിച്ചിട്ട് നോസ് പ്ലയർ ഉപയോഗിച്ച് അതൊന്ന് ചുറ്റി കൊടുക്കുക. 2-3 പ്രാവശ്യം ചുറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ വരുന്ന കമ്പി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി ചെയിനിൻ്റെ അറ്റത്തേക്ക് നമുക്ക് ഈ ലോറിയാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ചെയിനിൻ്റെ ഒരു കണ്ണിയാണ് ഞാൻ തുറന്നു കൊടുക്കുന്നത്. എന്നിട്ട് ആ കണ്ണിയിലേക്ക് ഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ജംപറിംഗ് ഒന്നും ഇട്ടില്ല. ഇനി നമുക്ക് ചെയിൻ ഒരു ജംപറിംഗിലേക്ക് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ബ്രേസ്ലെറ്റിൻ്റെ അപ്പുറത്തെ അറ്റത്തേക്ക് കൊളുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതോടുകൂടി നമ്മുടെ ബ്രേസ്ലെറ്റിന് പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. പെട്ടെന്ന് ഇതിൻ്റെ പണിയും കഴിയും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഇത് ബ്രേസ്ലെറ്റിൻ്റെ പണിയുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേറെ ഒരെണ്ണം കൂടി ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. അതാണ് കേട്ടോ ഇത്. ആ ലാവൻഡർ ഇല്ലേ, അതെനിക്ക് ഒരു ഓർഡർ കിട്ടിയതാണ്. ആ ബ്ലൂ കളറില്ലേ, അതുണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് എനിക്ക് ഓർഡർ കിട്ടിയതാണ് കേട്ടോ. ഈ 2 ബ്രേസ്ലെറ്റ്സിനും നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ ഒരു സിമ്പിൾ ബ്രേസ്ലെറ്റ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.